അരങ്ങൊഴിയാതെ. ജീവിതം സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. സ്വപ്നങ്ങൾ കാണുക മാത്രം പോരാ, സ്വപ്നങ്ങൾക്ക് വേണ്ടി അക്ഷീണമുള്ള പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. ആ പ്രവർത്തനങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിത വിജയത്തിനും ലക്ഷ്യപൂർത്തീകരണത്തിനും പിൻബലമേകുന്നത്. അവരെയൊക്കെയും പിന്നാലെ എത്തുന്നവർ കാണുന്നത് ഗുരുസ്ഥാനത്തായിരിക്കുകയും ചെയ്യും. അവർ ചിലപ്പോൾ എഴുതുന്നത് ചരിത്രമായിരിക്കും. തങ്കലിപികളിൽ എഴുതി ചേർത്ത ചരിത്രത്തെയാണ് ഇവർ സൃഷ്ടിച്ചെഴുതുന്നത്. കേരളത്തിനുമുണ്ട് ചരിത്രം സൃഷ്ടിച്ചവർ. ആ ചരിത്രം ആരംഭം കുറിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഗ്രാമമായ ഏങ്കണ്ടിയൂരിലാണ്. 1928 ഫെബ്രുവരി മാസം 1 ആ ചരിത്രം പിറവിയെടുത്തു. കലയുടെയും ചിന്തയുടെയും വിഹായസിൽ പുളച്ചു നടന്ന ബാല്യത്തിനപ്പുറത്തേക്ക് ആ ചരിത്രം വളരുന്തോറും ഉള്ളിലെ കലയും വളർന്നുകൊണ്ടിരുന്നു. എഴുത്തും വായനയും അതിനോടൊപ്പം നാടകവും കൂടിയായപ്പോൾ 1940കളിൽ രാമു കാര്യാട്ട് എന്ന പേരിന് ഒരർത്ഥം വന്നു തുടങ്ങി. അതിനിടയിൽ ആർ കാര്യാട്ട് എന്ന ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ആരോ നുള്ളിയിട്ട ഒരു തരി എരിയാൻ തുടങ്ങി. അതൊരു അഗ്നിയായി കത്തിപ്പടരാൻ വേണ്ടതൊന്നും ആ ചെറുപ്പക്കാരന് കൈവശമുണ്ടായിരുന്നില്ല. എങ്കിലും അതൊരു സ്വപ്നമായി കത്തിപ്പടർന്നുകൊണ്ടേയിരുന്നു. ആകെയുള്ളത് അല്പം എഴുത്തും അതിനോടൊപ്പം സ്വന്തമായി നടത്തിയിരുന്ന സൗണ്ട് എന്ന സിനിമാ മാഗസിനും മാത്രമായിരുന്നു. പക്ഷേ സ്വപ്നത്തെ വിട്ടുകളയാൻ ആർ കാര്യാട്ടെന്ന ആ ചെറുപ്പക്കാരന് മനസ്സുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്തിനേയും സിനിമയായി ആ ചെറുപ്പക്കാരൻ കണ്ടു. കാണുന്നതിലെല്ലാം നിറഞ്ഞത് ഇതുവരെ ആരും കാണാത്ത ദൃശ്യഭാഷയായിരുന്നു. എസ് കെ പൊറ്റക്കാടിൻ്റെ പുള്ളിമാനും കേശവദേവിൻ്റെ ഓടയിൽ നിന്നുമൊക്കെ ദൃശ്യഭാഷ്യങ്ങളുടെ പുതിയ സങ്കേതങ്ങളായി ആർ കാര്യാട്ടിൻ്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വപ്നത്തിൻ്റെ തുണ്ടുകൾ മാത്രമായി അവശേഷിക്കുകയായിരുന്നു. അതിനിടയിൽ കേരളത്തിൻ്റെ സ്വന്തമായിരുന്ന KPSCയുടെ നാടകക്കളരിയിലും ആർ കാര്യാട്ടെന്ന ചെറുപ്പക്കാരൻ നാടകത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും സിനിമ എന്ന സ്വപ്നത്തിന് പിന്നാലെ ഓടിയ ആർ കാര്യാട്ടിനെ സിനിമയും ഒരു നിമിത്തം പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ പിന്തുടരൽ ചെന്നെത്തിയത് തിരമാല എന്ന ചിത്രത്തിലായിരുന്നു. 1953 PRS പിള്ള സംവിധാനം ചെയ്ത തിരമാലയുടെ സംവിധാന സഹായിയായി ആർ കാര്യാട്ട് മാറി. അതോടെ 1.5 പതിറ്റാണ്ട് കാലത്തോളം ഉള്ളിൽ കൊണ്ട് നടന്ന സ്വപ്ന പൂർത്തീകരണത്തിൻ്റെ തുടക്കമാവുകയായിരുന്നു. പക്ഷെ ആ ചെറിയ തുടക്കത്തിൽ മാത്രം ഒതുങ്ങാൻ രാമു കാര്യാട്ട് തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് ഒരു നിയോഗം പോലെ ബാല്യകാല സുഹൃത്തായ ഉമ്മറിൻ്റെ സഹോദരീ ഭർത്താവിനെ പരിചയപ്പെടുന്നത്. TK പരീക്കുട്ടി എന്ന കച്ചവടക്കാരനെ സിനിമയിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതാനുള്ള ശേഷിയുണ്ടെന്ന് രാമു കാര്യാട്ട് തെളിയിക്കുകയായിരുന്നു. അങ്ങനെ P. ഭാസ്കരനൊപ്പം ചേർന്നപ്പോൾ പിറവിയെടുത്തത് മലയാള സിനിമയെ അടിമുടി മാറ്റിയെടുത്ത നീലക്കുയിൽ എന്ന ചിത്രം. 1954 പുറത്തിറങ്ങിയ ആ ചിത്രത്തിന് മാറ്റുകൂട്ടാൻ ഉറൂബിൻ്റെ രചനയും കൂടി ആയപ്പോൾ നീലക്കുയിൽ മലയാളി ഏറ്റെടുക്കുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യമായി നീലക്കുയിൽ മാറി. ആ ചിത്രത്തെ തേടി രാഷ്ട്രപതിയുടെ വെള്ളിപ്പതക്കവും എത്തിയപ്പോൾ രാമു കാര്യാട്ട് എന്ന പേരും മലയാള സിനിമയ്ക്കൊപ്പം ചേർത്ത് വായിക്കാൻ തുടങ്ങി. വീണ്ടും അടുത്ത ചിത്രത്തിനായി കാത്തിരിപ്പ് മാത്രമായിരുന്നു. അശ്രാന്തമായ പരിശ്രമവും കൂടി ആയപ്പോൾ 1957 മിന്നാമിനുങ്ങ് എന്ന ചിത്രവും ചരിത്രത്തിൻ്റെ തിരശ്ശീലയിൽ പ്രദർശനത്തിനെത്തുകയായിരുന്നു. KSK തളിക്കുളത്തിൻ്റെയും പോഞ്ഞിക്കര റാഫിയുടെയും രചനയിലാണ് മിന്നാമിനുങ്ങ് പ്രകാശകിരണമായി പറന്നു തുടങ്ങിയത്. നാടകത്തിൻ്റെ വേദിയിൽ നിന്ന് തിരശ്ശീലയിലേക്ക് ചുവടുമാറ്റി എഡ്ഡി മാസ്റ്ററെയും മേരി എഡ്ഡിയെയും പ്രേംജിയെയും മണവാളൻ ജോസഫിനെയും ഒക്കെ അണിനിരത്തി രാമു കാര്യാട്ട് എത്തി. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഒരു നുറുങ്ങ് മാത്രമായിരുന്നുവെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭയെ സമ്മാനിച്ചാണ് അത് കടന്നുപോയത്. അതായിരുന്നു ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ. സിനിമയും സാഹിത്യവും രണ്ടും ഒന്നായി കണ്ട രാമു കാര്യാട്ട് തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രനെയും തിരശ്ശീലയിലെത്തിച്ചു.
1961 പുറത്തിറങ്ങിയ മുടിയനായ പുത്രനും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് അടൂർ ഭാസിയെയും തോപ്പിൽ ഭാസിയെയുമായിരുന്നു. നാടകത്തെ എന്ന പോലെ മുടിയനായ പുത്രൻ തിരശ്ശീലയിലെത്തിയപ്പോൾ അതും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. മാത്രവുമല്ല, രാഷ്ട്രപതിയുടെ വെള്ളിപ്പതക്കത്തിൻ്റെ തിളക്കം ഒരിക്കൽ കൂടി മലയാള സിനിമയിൽ പതിയുകയായിരുന്നു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവലിനെ അധികരിച്ച് അഭ്രപാളികളിലെത്തിച്ച മൂടുപടം പക്ഷേ അധികം ജനപ്രീതി ആർജിക്കാതെ പിൻവലിഞ്ഞെങ്കിലും മലയാളത്തിലേക്ക് 2 നക്ഷത്രങ്ങളെയാണ് നൽകിയത്. മലയാള സിനിമയുടെ കാരണവരായ മധുവും ഗാനരചയിതാവും കവിയുമായ യൂസഫലി കേച്ചേരിയെയും. പിന്നെ നടന്നത് ചരിത്രമാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ചെമ്മീൻ. ഇക്കാലത്ത് പോലും നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര കാവ്യമാക്കി മാറ്റാൻ രാമു കാര്യാട്ട് എന്ന സംവിധായകന് കഴിഞ്ഞപ്പോൾ അത് കാലാതിവർത്തിയായി മാറുകയായിരുന്നു. 1965 പുറത്തിറങ്ങിയ ചിത്രം വിശാലമായ കടപ്പുറത്തെ വിശാലമായ ജീവിതങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ അതിലെ ദൃശ്യാവിഷ്കാരവും ഏറെ മനോഹരമാക്കി തീർക്കാൻ രാമു കാര്യാട്ട് എന്ന പ്രതിഭയ്ക്ക് കഴിഞ്ഞു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മലയാളത്തിന് ഒരിക്കൽ കൂടി സമ്മാനിക്കാൻ രാമു കാര്യാട്ട് എന്ന ചലച്ചിത്രകാരന് കഴിഞ്ഞു. മലയാളി ഇതുവരെ കാണാത്ത അതിമനോഹരമായ കലാമൂല്യമുള്ള ദൃശ്യങ്ങളായിരുന്നു ചെമ്മീൻ നമുക്ക് സമ്മാനിച്ചത്. മാർക്കസ് ബെഡർലി എന്ന ഛായാഗ്രാഹകനെയായിരുന്നു അതിനായി രാമു കാര്യാട്ട് തിരഞ്ഞെടുത്തത്. 7 രാത്രികൾ, അഭയം, മായ, നെല്ല് തുടങ്ങി 15ഓളം ചിത്രങ്ങളാണ് രാമു കാര്യാട്ട് എന്ന സംവിധായകൻ മലയാളത്തിന് നൽകിയത്. നെല്ല് എന്ന ചിത്രത്തിൽ കദളി ചെങ്കദളി എന്ന ഗാനത്തിലൂടെ ലതാ മങ്കേഷ്കറെ മലയാളത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. കലയിലും സാഹിത്യത്തിലും അഭിരമിച്ച് നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കാനുള്ള യാത്രയായിരുന്നു രാമു കാര്യാട്ട് എന്ന ചലച്ചിത്രകാരൻ നടത്തിയത്. ഒടുവിൽ 1979 അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ മലയാള ചലച്ചിത്രത്തിന് ഒരുപിടി മനോഹരങ്ങളായ ചിത്രങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. 3 തവണ ദേശീയതലത്തിൽ പുരസ്കൃതമായ ചിത്രങ്ങളൊരുക്കി വിട പറഞ്ഞു പോയ അദ്ദേഹത്തെ ഒരർത്ഥത്തിൽ മലയാള ചലച്ചിത്ര മേഖല അവഹേളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകില്ല. ഇത്രയേറെ സംഭാവനകൾ നൽകി അരങ്ങൊഴിഞ്ഞ അദ്ദേഹത്തെ തേടി ഒരു പത്മ പുരസ്കാരവും എത്തിയിട്ടില്ല എന്നുള്ളത് രാമു കാര്യാട്ട് എന്ന ചരിത്രത്തോട് കാട്ടുന്ന നന്ദികേടും ഗുരുനിന്ദയുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നിനോടും പരിഭവിക്കാതെ മനോഹരമായ ദൃശ്യാവിഷ്കാരങ്ങളായി മലയാളികൾ ഇന്നും അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഒട്ടും മൂല്യം ചോരാതെ തന്നെ.